ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ഹോം. ഇന്ന് ഞങ്ങളുള്ളത് സിം ആൻഡ് സാമിലാണ് കേട്ടോ. ഇത് വേറെ എവിടെയല്ലാട്ടോ ഉള്ളത്, നമ്മുടെ പാലക്കാട് ടൗണിൽ തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ലിഫ്റ്റിൽ ഫ്രണ്ടിൽ തന്നെ ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ലിഫ്റ്റിനുള്ളിലാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതാ 3rd ഫ്ലോറിലാണ് കേട്ടോ ഇത് ഉള്ളത്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 450 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതും പെർ ഹവർ ആണ്. എക്സ്ട്രാ ഹവേഴ്സ് നമുക്ക് കളിക്കണമെന്നാണെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കുട്ടീൻ്റെ കൂടെ 2 പാരൻസിന് ഫ്രീ എൻട്രി ആണ്. അഡീഷണൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സോക്സ് നിർബന്ധമാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു 50 രൂപീസ് കൊടുത്തിട്ട് നമുക്ക് സോക്സ് വാങ്ങേണ്ടി വരും. ഞങ്ങൾ എന്തായാലും സോക്സ് ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും 3 സോക്സ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കയറിയത്. ഇച്ചൂസിന് എന്തായാലും അത് കണ്ടത് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്ലേ ഏരിയ തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ പിള്ളേരെയും കൊണ്ട് പുറത്തു പോയി കളിക്കണമെങ്കിൽ നമുക്ക് കൊച്ചിയോ തൃശ്ശൂരോ അവിടെയൊക്കെ പോകേണ്ടി വരും. പക്ഷെ ഇതാ ഇപ്പൊ നമ്മുടെ പാലക്കാടും വന്നിരിക്കുന്നു കേട്ടോ. എന്തായാലും പിള്ളേർക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ ഹാപ്പി ആവും കേട്ടോ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ. എന്തായാലും ഇച്ചൂസിനെ അവിടെ കണ്ടതും നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഇച്ചൂസിനെ എന്തിലാ കയറേണ്ടതെന്നൊന്നും അറിയുന്നില്ലായിരുന്നു കേട്ടോ. അവൾ അവിടെ ചുറ്റും കയറി നടക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ ടൈം കുറച്ച് ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് ഇച്ചൂസ് ഫുൾ എല്ലാത്തിനും കയറി നടക്കണ്ടായിരുന്നു. ഇച്ചൂസിനെ കണ്ടില്ലേ, മൗഗ്ലിനെ പോലെ പിടിച്ചോണ്ട് വരണ്ടായിരുന്നു. എന്തൊക്കെ എവിടെ നിന്ന് പഠിച്ചൊന്നും അറിയില്ല. പക്ഷെ അത് കണ്ടപ്പോൾ അവൾക്ക് എന്താണെന്ന് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു. അത് കഴിഞ്ഞത് ഇച്ചൂസിന് ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ ഈ ട്രംപോളിൻ. അവൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാണ്ടിരിക്കാൻ ഒരിക്കലും പറ്റില്ല. അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഐറ്റം തന്നെ ആണെങ്കിൽ പറയാം. അവൾ അവിടെ നിന്ന് വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഇത് ഫുൾ സേഫ് ആണ് കേട്ടോ. എന്ത് വീണാലും ഒന്നും എവിടെയും പറ്റില്ല. ഫ്ലോറൊക്കെ അവർ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും അവിടെ പോകണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ അവിടെ നമ്മുടെ കൂടെ തന്നെ ആൾക്കാരും ഉണ്ടാവും. കുട്ടികളുടെ സേഫ്റ്റി നോക്കാനും കാര്യങ്ങളും എല്ലാം ആൾക്കാരുണ്ടാവും. ചാട്ടം കൂടുതലില്ല, കുതിരന്റെ മേലെ ചാട്ടം കൂടുതലില്ല. ഇച്ചസ് കയറിയിരുന്ന പിന്നെ ഈ അവസ്ഥ എന്താണെന്നറിയില്ല, രണ്ടും കൂടി മൂക്കൂത്തി വേണ്ടതായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇല്ലത് കൊണ്ട് 2 പേരും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാട്ടോ. പിന്നെ എപ്പോഴും ഞങ്ങളെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇച്ചൂസ് ഇപ്പൊ ചട്ടിയിലിരുന്ന് സ്വന്തമായി വട്ടം കറങ്ങുന്നതായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഞങ്ങൾക്ക് വട്ടം കറങ്ങാതെ അവിടെ നിൽക്കാൻ പറ്റിട്ടോ. അത് കഴിഞ്ഞ് ഇച്ചൂസ് അടുത്തൊരു വണ്ടി ഓടിക്കാൻ നോക്കിട്ടോ. പക്ഷെ അവൾക്ക് കാലിട്ടിട്ട് തള്ളലായിരുന്നു. പക്ഷെ അതൊന്നും അവൾക്ക് വയ്യ. അവൾക്ക് സ്വിച്ച് ടവറിനെന്നാണ് അവള് പറയുന്നത്. പിന്നെ കുറെ നേരം അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് റൈഡിലേക്ക് കയറിയിട്ടോ ഇച്ചൂസ്. കണ്ട അവിടുത്തെ ഫ്ലോറൊക്കെ നല്ല സേഫ് ആണ്. ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വിടാട്ടോ. 100% ഗ്യാരണ്ടിയാണ് ഒന്നും സംഭവിക്കില്ല എന്ന്. പിന്നെ ഇത് അവിടെ ചേച്ചിമാരും കൂടെ തന്നെ ഉണ്ടാവും പിള്ളേരെ നോക്കാനും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും. ഇച്ചൂസ് എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് ഏതിലാ കയറേണ്ടതെന്ന് അറിയാതെ അവള് ചുറ്റും ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇച്ചൂസ് കറങ്ങി ആൾക്ക് തലയൊക്കെ കറങ്ങാൻ തുടങ്ങിയിട്ടോ. അപ്പം ഇത് മതി അമ്മ, ഇനി നമുക്ക് ഇന്റലിജന്റ് ഗെയിം കളിക്കാന്നും പറഞ്ഞു ബ്രിക്സ് ഒക്കെ എടുത്ത ആൾ എന്തൊക്കെയോ അടുക്കി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, അമ്മ ഇത് നമുക്ക് പറ്റില്ല, നമുക്ക് വേറെ പോവാന്നും പറഞ്ഞത് അച്ഛനെയും വിളിച്ചിട്ട് ബ്ലോക്സ് ഒക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടോ. കുറച്ചു നേരം 2 പേരും കൂടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതും മതിയായി. ഇത് നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ചു നേരം കൂടി ഇരിക്കി ചോദിച്ചാൽ നമുക്ക് ഇവിടെ കളിക്കാന്ന്. പിന്നെ അവള് കുറെ നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി കുറെ നേരം കുറെ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടോ. എന്തായാലും ഇച്ചൂസിന് ഈ ഏരിയ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവള് കുറെ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോയി. നെക്സ്റ്റ് അവിടെ വരുന്നത് ഒരു പാർട്ടി ഹാളാണ് കേട്ടോ. ഒരു കുട്ടി പാർട്ടി ഹാളാണ്. നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടത്താൻ പറ്റും. പിന്നെ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുമ്പോൾ എല്ലാ കുട്ടികളും ഹാപ്പി ആയിരിക്കും. കാരണം അവർക്ക് അവിടെ കളിക്കാനും നിറയെ സ്ഥലങ്ങളുണ്ടല്ലോ. ഇതിന് സെപ്പറേറ്റ് റെന്റ് കൊടുക്കണം കേട്ടോ. ഇച്ചൂസ് എന്തായാലും നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ആള് പറയണ്ടായിരുന്നു, നമ്മൾ നെക്സ്റ്റ് ബർത്ത്ഡേ നമുക്ക് ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്താലോ. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചിട്ട് മെല്ലെ പോയിട്ടോ. നെക്സ്റ്റ് ഏരിയ ആണ് ഈ സ്ലൈഡ് വിത്ത് ബോൾ. ആക്ച്വലി ഇതും നല്ല രസമായിരുന്നു. ഇച്ചൂസിന് കൂടുതലും സ്ലൈഡ് നല്ല പോലെ ഇഷ്ടമാണ്. പിന്നെ ബോൾസും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇച്ചൂസ് ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇച്ചൂസ് കുറെ നേരം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറേ പിള്ളേരൊക്കെ വന്നു കേട്ടോ. നല്ല തിരക്കം വന്നു. ഞങ്ങൾ വന്ന ടൈമിൽ കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും കുറേ കുട്ടികൾ വന്നു കേട്ടോ. അവിടെ ഈ ബോൾസിൻ്റെ ഉള്ളിൽ മാത്രമാണ് പാരന്റ്സിന് എൻട്രി ഇല്ലാത്തത്. ബാക്കി എല്ലാ സ്ഥലത്തും നമുക്കും കയറിച്ചല്ല. ഈ ബോൾസിൻ്റെ ഉള്ളിൽ മാത്രം പാരന്റ്സിന് എൻട്രി ഇല്ല. കാരണം ആ ബോൾസ് ഒക്കെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ പൊട്ടി പോകുമല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇത് ഈ ഒരു സംഭവം ഇച്ചൂസിന് നല്ല പോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ബോള് പറക്കുന്നുണ്ടായിരുന്നല്ലോ. അവളുടെ വിചാരം എല്ലാ ബോളും ഇതേപോലെ പറക്കുന്നായിരുന്നു കേട്ടോ. അവൾ പറപ്പിക്കാൻ കുറെ നേരം ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിന്റെ മേലെ കയറിപ്പോയിട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇതിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. പക്ഷെ ഇച്ചൂസ് അത്ര വലിയ കുട്ടിയൊന്നുമല്ല, ചെറിയ കുട്ടിയായതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് വിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി വലിയ പിള്ളേർക്കാണെങ്കിൽ സീക്രട്ട് പ്ലേസിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അവൾ അതിൽ കയറിയില്ല.
പക്ഷെ അതിനുള്ളിൽ വേറെയും കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അവൾ എന്തായാലും ഹാപ്പി ആയിരുന്നു, ഫുള്ള് ഓടി കളിക്കണ്ടായിരുന്നു. ആൾക്ക് എങ്ങോട്ടാന്ന് പോകേണ്ടതെന്ന് പോലും അറിയുന്നില്ലായിരുന്നു. ഇതിന്റെ മുകളിൽ അവർ നല്ല പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നല്ല കളർ തീമും കാര്യങ്ങളും ഒക്കെയാണ്. ബിജോസ് അവിടെ എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയാതെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സീക്രട്ട് പ്ലേസ്. ഇതാ അവിടെ കണ്ട ഒരു ഹാള്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാലും കുറച്ച് ഏരിയാസ് ഉണ്ട് തോന്നുന്നു. പക്ഷെ എനിക്കത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുമില്ല. പിന്നെ ഈ ചൂസ് പോയിട്ടുമില്ല കേട്ടോ. ആൾക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ പോയി നോക്കാൻ പറഞ്ഞു, എന്നാലും ആളങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് അവള് കറങ്ങി തിരുന്ന് അവളുടെ ഏരിയ തന്നെ വന്നിട്ടോ ഈ സ്ലൈഡ്. ഇതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആള് പിന്നെ കുറേ നേരം ഇതിലാണ് കേട്ടോ കളിച്ചത്. അപ്പോഴത്തേക്കും പിള്ളേരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ മാത്രമാണ് പാരന്റ്സിന് എൻട്രി ഇല്ലാത്തത് അവിടെ. പക്ഷെ ആ ഒരു രണ്ട് ചേച്ചിമാർ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കാരണം പിള്ളേർക്ക്, കുഞ്ഞു പിള്ളേർക്കൊന്നും ആ ബോളിലൂടെ അത്രക്ക് നടക്കാൻ പറ്റില്ല. സോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചേച്ചിമാരും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തതാണ് ഈ ഡോണറ്റ് സ്ലൈഡ്. ഇത് ടീച്ചേഴ്സിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനെ മേലെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വലിച്ചുകൊണ്ടുവരണം. ഈ ജ്യൂസിനെ വലിച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതേ ഏരിയ കൂടെ വലിച്ചുകൊണ്ടുവന്ന് ഒരാൾ ബാഗിൽ നിന്ന് തള്ളി കൊടുക്കണം കേട്ടോ. ഈ ജ്യൂസിന് വലിയ പേടിയായിരുന്നു. പക്ഷെ നമ്മൾ കയറാൻ പറഞ്ഞതുകൊണ്ട് അവള് കയറുകയും ചെയ്തു. പിന്നെ ആൾ അവിടെ നിന്ന് അത് വരുന്നുമില്ല. പിന്നെ കുറെ നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവളെ മാറ്റിട്ടോ. കാരണം കുറെ പിള്ളേരെ ഉണ്ടായിരുന്നു, അപ്പൊ അവർക്കും കളിക്കണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് അവളെ മാറ്റി. പിന്നെ ഇത് അടുത്തത് പിന്നെയോ അവളെ ബോളിൽ തന്നെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും നിറയെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇജൂസിന്റെ അച്ഛൻ ഇജൂസിനെ നൈസായി വിളിച്ച് ബാസ്കറ്റ് ബോൾ കളിക്കാൻ കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെ അവൾക്ക് അത് എത്തുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബോൾ എറിയാൻ പോലും ആൾക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവളുടെ അച്ഛൻ അതിൽ നിന്ന് കുറെ നേരം കളിക്കണ്ടായിരുന്നു. പിന്നെ ഇജൂസ് കുറെ ട്രൈ ഒക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അവൾക്ക് ആ ബോൾ പൊങ്ങുന്നു കൂടിയില്ലായിരുന്നു. തലേന്റെ മേലെ പോലും ആൾക്കത് എത്തുന്നില്ലായിരുന്നു. എന്നാലും അവളുടെ അച്ഛൻ വീട്ടിലാട്ടോ. അച്ഛൻ വീട്ടില്ലെങ്കിൽ എന്താ, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നു പറഞ്ഞു ഇച്ചൂസ് ഇറങ്ങി പോയിട്ടോ അച്ഛനെ അവിടെ വിട്ടിട്ട്. എന്നാലും അച്ഛൻ കുറച്ചു വേണ്ടിയിട്ട് കളിക്കണ്ടായിരുന്നു അവിടെ. അച്ഛനാണെങ്കിൽ ഈ ബാസ്കറ്റ് ബോൾ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ബോളും അവിടെ വെച്ച് കീഴടങ്ങിയെന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പോയിട്ടോ. അവളിതാ പിന്നെയും ആ സ്ലൈഡിൽ വന്നു. ഇച്ചൂസിന് ഈ സ്ലൈഡ് വിട്ടോ ഒരു കളിയും ഇല്ല കേട്ടോ. ആള് പിന്നെ കുറെ നേരം അവിടെ ഇരുന്ന് കളിക്കണ്ടായിരുന്നു. ഇതിനുള്ളിൽ കയറാനൊക്കെ ട്രൈ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഇതിനുള്ളിൽ കൂടി കയറി നമുക്ക് മേലെ എത്തും. പക്ഷെ ഇവൾക്ക് എവിടെ അത് പറ്റുന്നൊന്നുമില്ലായിരുന്നു. കുറച്ചുകൂടി വലുതായാൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പറ്റിയില്ല. ആള് കുറെ ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ അച്ഛനാണെങ്കിൽ മതിയായിട്ടോ. കുറെ നേരം നോക്കിയിരുന്ന് മതിയില്ല. ആ സിച്ചിന്റെ ബോൾ എറിഞ്ഞ് വിളിക്കണ്ടായിരുന്നു വാ പോവാന്ന്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു. ആൾക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടുപേരും കൂടി അടിയായി. അവളിനെ അവിടെ നിന്ന് പൊക്കാൻ പറ്റുന്നില്ല, നമുക്കാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. അവളിനെ ഇറങ്ങി വരുന്നുമില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് ഈച്ചൂസിനെ നമ്മൾ അവിടെ നിന്ന് ഇറക്കിയിട്ടോ. ഇറക്കിയതും ആൾ ഓടിയത് ആളുടെ വേറൊരു ഫേവറേറ്റ് ഐറ്റംസിലായിരുന്നു. ഇതൊന്നും വരുന്നില്ല. പിന്നെ കുറെ നേരം ഞങ്ങൾ ട്രൈ ചെയ്തു അവളെ ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആള് വന്ന് പറഞ്ഞു കേട്ടോ, റിഫിൽ അല്ലേ നെയിം 1 hour ആയി, ഇന്ന് വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ടൈമൊന്നും ഇല്ലായിരുന്നു. അവിടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വലിയ സൈക്കിളുണ്ട്, ചെറിയ സൈക്കിളുണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു, ഐറ്റംസും ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈം ആയിട്ടും ഈച്ചൂസിന് അത് അറിയില്ലല്ലോ. ഈച്ചൂസ് അവിടെ കളിച്ചോണ്ടേ ഇരിക്കായിരുന്നു. അമ്മ എനിക്ക് ടൈമൊന്നും ആയില്ല, ഞാൻ കുറച്ചുകൂടി കളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആള് ഫുൾ കളിയായിരുന്നു കേട്ടോ. ഇത് ഈച്ചൂസിന് വേറൊരു നല്ല പോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ. ആൾക്ക് അവളുടെ ഷേപ്പ് അതിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൾ അവിടെ നിന്നും കുറെ നേരം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതില് അവളുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെയെല്ലാം നിൽക്കണ്ടേ, കൈയൊക്കെ പൊക്കി നിൽക്കണം, എന്നാലും ഷേപ്പൊക്കെ അറിയില്ല എന്ന് പറഞ്ഞ് ഇച്ചൂസിനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇച്ചൂസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ബാക്ക് വശത്തിൽ വരുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടം. അതിനെ പിന്നെ തിരിച്ച് അതേ പൊസിഷനിലാക്കണം. എന്നിട്ട് ഞങ്ങൾ ഇച്ചൂസിനെ പിടിച്ച് വലിച്ച് പോവാ ടൈമായി എന്ന് പറഞ്ഞിട്ട് ആൾക്ക് അവിടെ നിന്ന് വരാനേ മനസ്സിലായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇച്ചൂസിനെ അവിടെ നിന്ന് ഇറക്കിയിട്ടോ. എന്തായാലും ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. എല്ലാ പിള്ളേരിനെയും ഒന്ന് കൊണ്ടുവരണേട്ടാ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് കീയുടെ ഒരു പരസ്യം പോലെ കീയ നിരത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വേഗം ഞങ്ങളുടെ കാറിൽ കയറി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.